ആക്ഷൻ. ഇറാനും ഇസ്രായേലുമായുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ട്, കാരണം ഇസ്രായേലിൻ്റെ ഗസ്റ്റായിട്ട് അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ സ്പിരിച്വൽ ലീഡർ, ഇറാൻ്റെ സ്പിരിച്വൽ ലീഡർ ഖമൈനിയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം യുദ്ധം പോകാൻ തയ്യാറല്ല. അതാണ് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അവിടുത്തെ സ്പിരിച്വൽ ലീഡർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട്, കാരണം ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു, അതിൻ്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ്കലേഷൻ പ്രോസസ്സ് അമേരിക്കയും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അപ്പം ഏകദേശ ധാരണയായി ഇറാൻ അറ്റാക്ക് ചെയ്യും. അപ്പം റഷ്യ കൊടുത്തൊരു വാണിംഗ് ഉണ്ട് ഇറാൻ. അതാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇറാനിയൻ ആത്മീയ നേതാവ് ഖമൈനിയോട് നേരിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ സിവിലിയൻസ് വല്ലതും കൊല്ലപ്പെട്ടാൽ പിന്നീട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. പിന്നീട് ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ തിരിച്ചടിക്കും. ഇത് തന്നെ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ, ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനി കൈൻഡ് ഓഫ് എ ഹാം, അതായത് സിവിലിയൻസിന് ജീവൻ നഷ്ടപ്പെടുകയോ അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇറാനെ ഇവർ ഒഫൻസീവുമായിരിക്കും ഡിഫെൻസീവുമായിരിക്കും. അത് ഡിഫെൻസീവ് ആദ്യമല്ല പറഞ്ഞു, ഒഫൻസീവായിരിക്കും ഡിഫെൻസീവും ആയിരിക്കും. അവരെല്ലാം മുൻകരുതലും എടുത്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ 300 മിസൈൽ അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു, അതിനെ ഇവർ അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലും ബ്രിട്ടനും സൗദി അറേബ്യയും ജോർദാനും ഉൾപ്പെടെ തടുക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം അതിനപ്പുറമായിട്ട്, അതായത് ഇതിൻ്റെ ഉണ്ടാകാനുണ്ടായ കാരണം, ഇറാൻ റഷ്യയോട് സുക്കോയ് 35 എയർക്രാഫ്റ്റ് ചോദിച്ചു. ഇതാണ് പ്രശ്നം ഉണ്ടായേക്കുന്നത്. അപ്പോഴാണ് പുടിൻ വിളിച്ച് പറഞ്ഞത്, ഇത് വളരെ സീരിയസ് ആണ്. ഇസ്രായേലിൻ്റെ മേളിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ, അതായത് അവിടെ സിവിലിയൻസിന് വല്ലതും കാഷ്വാലിറ്റിയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇസ്രായേലിൽ തിരിച്ചടിയെന്ന് പറയുന്നത് അതിരൂക്ഷമായിരിക്കും. ഇത് പുടിൻ പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഇറാൻ ഉപയോഗിക്കുന്നത് ഈ റഷ്യൻ ആയുധങ്ങളാണ് അധികവും. അപ്പോൾ ഈ റഷ്യൻ ആയുധവും ഈ പറയുന്ന അമേരിക്കൻ ആയുധവും ഇസ്രായേൽ ആയുധവും കൂടെ കയറി അത് കൊളുത്തി കഴിയുവാണെങ്കിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവരുടെ ഡിഫൻസ് ആണെങ്കിലും അവരുടെ ഈ ഖമൈനി ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളില്ല. അതിനെക്കുറിച്ച് ഇന്ന് റോയിറ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി കൊടുത്തിരിക്കുന്നത്, അതായത് അത് ഇറാനോട് പറഞ്ഞു കഴിഞ്ഞു, ഇറാൻ്റെ റിപ്പബ്ലിക് ഗാർഡിനകത്തുള്ള വലിയൊരു ശതമാനം ആളുകൾക്കും, അതായത് ആ സോൾജിയേഴ്സിന് ഇസ്രായേലിനോടും അമേരിക്കയോടും താല്പര്യമുണ്ട്. അതായത് അവർ വാറിന് തയ്യാറല്ല. കാരണം അവർക്കും അറിയാം അവരുടെ ജീവൻ നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഇറാനിലുള്ള ജനങ്ങളിൽ വലിയൊരു ഭൂരിഭാഗവും ഇപ്പോഴത്തെ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷനെയും ഖമൈനിയെയും എതിർക്കുന്നവരാണ്. അതായത് ഒരു ലോങ് വാറ് കുറച്ച് മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ്റെ വെടി തീരും. പിന്നീട് ഈ വാണിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 1700 കിലോമീറ്റർ ദൂരമുള്ള, അതായത് ഇസ്രായേലിൽ നിന്ന് 1700 കിലോമീറ്റർ ദൂരമുള്ള യമനിൽ F-35 വെച്ചുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് അതിഭയാനകമായ അറ്റാക്കാണ്. അതിനുശേഷമാണ് ഹൂത്തികൾ നിശബ്ദമായിട്ടിരിക്കുന്നത്. 1700 കിലോമീറ്റർ പോയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇറാനുമായിട്ട് 1500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് അതിരൂക്ഷമായ അറ്റാക്കായിരിക്കും ഇസ്രായേൽ. കാരണം ഇസ്രായേലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെ തൊലയ്ക്കും. ഇതാണ് ഈ പറയുന്നത്.
അതേപോലെ തന്നെ പറയുന്നത് ഈ അമേരിക്കൻ ഫോഴ്സുകളും മറ്റുള്ള ഫോഴ്സുകളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ അടിക്കാൻ വേണ്ടി. അങ്ങനെ വന്നു കഴിയുമ്പം ഇറാൻ എന്ന് പറയുന്ന ഷിയ രാജ്യം തന്നെ ഇല്ലാതാകും. ഇതാണ് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ്റെ പേരിലാണ് എനിക്ക് തോന്നുന്നു യുദ്ധം ഇന്ന് തുടങ്ങുമോ നാളെ തുടങ്ങുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരിക്കുന്ന മസൂദ് പഷകിസ്താൻ അദ്ദേഹത്തിന് ഇതിന് താല്പര്യമൊന്നുമില്ല. കാരണം അതിനിടയ്ക്ക് ഇറാനിൽ ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വൈറലായി. അവിടെയുള്ള ഒരു കുട്ടിയുടെ ഹിജാബ് ധരിക്കണമെന്ന് പ്രശ്നമുണ്ടാകുന്നു, അവിടുത്തെ മത പോലീസ് ഇടപെടുന്നു. അതിനെപ്പറ്റി ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ മസൂദ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഈ ഹിജാബിനെ എതിർ നിന്ന ആളാണ് മാസ അമീനിയുടെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം കുറച്ച് പുരോഗമനവാദിയാണ്. അപ്പം ഈ രീതിയെല്ലാം കണക്ക് കൂട്ടുമ്പോഴും പുതിയതായിട്ട് യാഹിയ സിൻവാറാണ് ഹമാസിൻ്റെ തലവനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേലെ അടിക്കുന്നതിന് മുമ്പ് ഹിസ്ബുള്ള കുറച്ചധികം ഈ റോക്കറ്റുകളും മിസൈലും ഒക്കെ ഇസ്രായേലിലോട്ട് വിടാൻ കാരണം 2-3 ബാരേജ് വിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇനിയും ഇസ്രായേൽ അടിക്കുമ്പോൾ ഹിസ്ബുള്ളയും കൂടെ അങ്ങ് തീർത്തു കൊടുക്കും. കാരണം ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഒരു സൈഡിൽ നിന്ന് പോയി ഹിസ്ബുള്ളയെ തീർക്കും, അതിൻ്റെ കൂടെ ഇറാനെയും കൂടെ അങ്ങ് തീർക്കും. അപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ അറ്റാക്ക് വന്ന് കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന മലയാളികൾ, ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഒരു ലൈഫ് ത്രെട്ടനിങ് പാർട്ടായിട്ടാണ് ഈ എസ്കലേഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരടി, അതായത് ഇസ്രായേൽ കയറി ചറപറാന്ന് കയറി അടിക്കുമ്പോൾ പിന്നീട് അവർക്കറിയാം ഇത്രയും ദൂരെ പോയിട്ട് ഇറാനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അവരെന്ത് ചെയ്യും? സൗദിയിൽ കുറച്ച് ബോംബിടാൻ ശ്രമിക്കും, അതേപോലെ തന്നെ UAയിൽ കുറച്ച് ഇടാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം. കാരണം ഇവിടൊക്കെ അമേരിക്കയുടെ ബേസാണ്, സൗദിയിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഇതൊക്കെയാണ് എസ്കലേറ്റ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. കാരണം അടി ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മലയാളികളായ ആളുകൾ ഇത് കരുതിയിരിക്കേണ്ട വസ്തുതയാണ്. ഇത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ ഈ പറയുന്ന UAയിൽ കുറച്ച് അറ്റാക്ക് ചെയ്യും, അതേപോലെ സൗദിയിൽ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയുള്ള രാജ്യത്തെയും കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഈ മിഡിൽ ഈസ്റ്റേൺ അതുമായിട്ട് പഠിക്കുന്ന ആൾ, അത് ഇറാനെ പറ്റി മനസ്സിലാക്കുന്നവരും മിഡിൽ ഈസ്റ്റിനെ പറ്റി മനസ്സിലാക്കുന്ന ഈ അനലിസ്റ്റുകൾ പറയുന്നൊരു സംഭവമാണ്. അപ്പം എന്താണ് എന്നുള്ളത് 1-2 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്രായേൽ വളരെ കൂളായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നുമൊക്കെ ആളുകൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, ഒരു സ്കൂളുണ്ട്, അവർ ആസ് യൂഷ്വലി പോവുകയാണ്. അപ്പോൾ അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരിതിനെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതാണ് ഇസ്രായേലിൻ്റെ മുൻകാല ചരിത്രം. ഇതിൽ അടി കിട്ടാൻ പോകുന്ന ആർക്കാണ്? അതേപോലെ തന്നെ വീണ്ടും ഇത് ഹമാസിനേക്കാളും ഹിസ്ബുള്ളയ്ക്കും അടി കിട്ടും, ഇറാനും അടി കിട്ടും. പിന്നീട് അവിടെയുള്ള ചെറിയ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്, അവനെ ഇട്ട് അടി കൊടുക്കും. കാരണം അമേരിക്കയുടെ സൈനിക ഇറാഖ് കേന്ദ്രത്തിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ പ്രോക്സി. അവിടെ ഇപ്പോൾ അമേരിക്കൻ കയറി അടി കൊടുക്കും. അപ്പോൾ ഈ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്.